ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ദിവസം വാട്ടർ കളറിങ്ങിന് ആവശ്യമായിട്ടുള്ള ആർട്ട് മെറ്റീരിയൽസിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഈ വാട്ടർ കളറിന് ഉപയോഗിക്കുന്ന പേപ്പറാണ്. അപ്പോൾ പേപ്പറിൻ്റെ തിക്നെസ് പറയുന്ന യൂണിറ്റ് GSM ആണ്. GSM എന്ന് പറഞ്ഞാൽ ഗ്രാം പെർ സ്ക്വയർ മീറ്റർ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് മിനിമം 200 GSM എങ്കിലും ഉള്ള പേപ്പറാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ GSM കൂടുന്തോറും പേപ്പറിൻ്റെ തിക്നെസ് കൂടും. അപ്പോൾ തിക്നെസ് കൂടുന്നതുകൊണ്ട് രണ്ട് പ്രയോജനമുണ്ട്. ഒന്നാമത്തെ കാര്യം, ആ വെള്ളം പെട്ടെന്ന് ഡ്രൈ ആവും. പിന്നെ നമുക്ക് ലെയറിംഗ് ഒക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ GSM മിനിമം 200 വേണം. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ 300 GSM ഉള്ള പേപ്പർ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പേപ്പറിൻ്റെ ടെക്സ്ചറാണ്. അപ്പോൾ ഒരല്പം റഫായിട്ട് ടെക്സ്ചറുള്ള പേപ്പർ നമ്മൾ സെലക്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം അത് വെള്ളം ഡ്രൈ ചെയ്യാനുള്ള സ്പീഡ് കൂടുതലാണ്. അപ്പോൾ പല കമ്പനികളും വാട്ടർ കളർ പേപ്പർ എന്ന് പറഞ്ഞ പേപ്പർ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവയെല്ലാം തന്നെ GSM ഏകദേശം 300-നടുത്തായിരിക്കും. മാത്രമല്ല അവയുടെയൊക്കെ സർഫസ് റഫായിരിക്കും. അപ്പോൾ ഹാൻഡ് മെയ്ഡ് പേപ്പർ പോലത്തെ പേപ്പറുകളാണ് സാധാരണ കമ്പനികൾ മാനുഫാക്ചർ ചെയ്യുന്നത്. അടുത്തതായിട്ട് അതിൻ്റെ ബേസിക് ഡ്രോയിങ് തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള പെൻസിലാണ്. അപ്പോൾ പെൻസിൽ നിങ്ങൾക്ക് ഗ്രാഫൈറ്റ് പെൻസിലോ അല്ലെങ്കിൽ ചാർക്കോൾ പെൻസിലോ ഉപയോഗിക്കാം. അപ്പോൾ ഗ്രാഫൈറ്റ് പെൻസിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ HP പെൻസിൽ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. HP കുറവാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ചിലർ ഡ്രോയിങ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ആദ്യം വരച്ച ലൈൻസ് കാണാത്ത വിധത്തിലുള്ള ഡ്രോയിങ് ആയിരിക്കും ചിലർ ചെയ്യുന്നത്. ചിലർ ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ ഡ്രോയിങ് കാണുന്ന തരത്തിലുള്ള ഡ്രോയിങ് ആയിരിക്കും ചെയ്യുന്നത്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ പെൻസിൽ ഏതാണെന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന അപ്സര എന്ന കമ്പനിയുടെ സാധാരണ HP പെൻസിലാണ്. അടുത്തതാണ് വാട്ടർ കളറിങ്ങിന് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ആർട്ട് മെറ്റീരിയൽ എന്ന് പറയുന്നത് അത് വാട്ടർ കളറാണ്. അപ്പോൾ വാട്ടർ കളർ തന്നെ 2 ടൈപ്പ് ഉണ്ട്. അതിൽ സ്റ്റുഡൻറ്റ് ഗ്രേഡ് ഉള്ളതുകൊണ്ട് ആർട്ടിസ്റ്റ് ക്വാളിറ്റി ഉള്ളതുകൊണ്ട്. അപ്പോൾ നിങ്ങൾ വാട്ടർ കളർ പരിശീലിക്കുന്ന സമയത്താണെങ്കിൽ സ്റ്റുഡൻറ്റ് ഗ്രേഡ് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. സ്റ്റുഡൻറ്റ് ഗ്രേഡ് ആണെങ്കിൽ കൂടുതലും കളേഴ്സ് പല കേക്ക് രൂപത്തിലുള്ള ടൈപ്പാണ് സാധാരണയായിട്ട് സ്റ്റുഡൻറ്റ് ഗ്രേഡ് കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് അതിൽ പിഗ്മെൻറ്റ് കുറവായിരിക്കും. മാത്രമല്ല നമ്മളത് ലെയറായിട്ട് ചെയ്യുമ്പോഴേക്കും ഒരല്പം ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ ചിലപ്പോൾ അത് പൊടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ അതിൽ ചെയ്ത് പരിശീലിക്കുകയാണെങ്കിലാണ് നമുക്ക് ഈ ആർട്ടിസ്റ്റ് ക്വാളിറ്റി ശരിയായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ആർട്ടിസ്റ്റ് ക്വാളിറ്റിയാണ് ഞാൻ ഇവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ക്യാമൽ എന്ന കമ്പനിയുടെ ആർട്ടിസ്റ്റ് വാട്ടർ കളറാണ്. 12 ഷെയ്ഡ്സാണ് അതിൻ്റെ കൂടെ കിട്ടുക. അപ്പോൾ ഇതുപോലെ ആർട്ടിസ്റ്റ് ക്വാളിറ്റി ഉള്ളതെല്ലാം ട്യൂബുലാർ ടൈപ്പ് ആയിരിക്കും, ട്യൂബുകളിലായിരിക്കും കിട്ടുക. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഗുണമെന്ന് പറയുന്നത് ഇത് പെട്ടെന്ന് ഡ്രൈ ആകുന്നതായിരിക്കും. കൂടാതെ അതിൽ അടങ്ങിയിട്ടുള്ള പിഗ്മെൻറ്റിൻ്റെ അളവ് കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കമ്മീഷൻഡ് വർക്കുകൾ അതുപോലെ ഓർഡർ വർക്കുകളൊക്കെ ചെയ്യുന്ന സമയത്ത് ആർട്ടിസ്റ്റ് ക്വാളിറ്റി വാങ്ങിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. 185 രൂപയാണ് ഈ ബോക്സ് സെറ്റിൻ്റെ വില. അപ്പോൾ ഇത് തന്നെ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ലഭിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് കൂടി ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ്റെ കൂടെ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ആർട്ടിസ്റ്റ് ക്വാളിറ്റി അല്പം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് പരിശീലിക്കാനാണെങ്കിൽ ഏറ്റവും നല്ല സ്റ്റുഡൻറ്റ് ക്വാളിറ്റിയാണ്. അപ്പോൾ ഈ ക്യാമൽ തന്നെ സ്റ്റുഡൻറ്റ് ക്വാളിറ്റിയും ആർട്ടിസ്റ്റ് ക്വാളിറ്റിയും പുറത്തിറക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ബ്രഷുകളാണ്. അപ്പോൾ ബ്രഷുകൾ തന്നെ 2ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതിൽ ചിലതിൻ്റെ ഹെയർ എന്ന് പറയുന്നത് നാച്ചുറൽ ഹെയർ ആയിരിക്കും, ചിലതിൻ്റെ ഹെയർ എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഹെയർ ആയിരിക്കും. അപ്പോൾ അത് നൈലോൺ പോലുള്ള മെറ്റീരിയൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുക. അപ്പോൾ അത് നിങ്ങൾക്ക് ആവശ്യാനുസരണം അത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് അതിൻ്റെ ഷേപ്പും അതിൻ്റെ യൂസേജും അനുസരിച്ച് അതിനെ പലതായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒന്നാമത്തെ ടൈപ്പിനെ നമ്മൾ ഫ്ലാറ്റ് ബ്രഷ് എന്ന് പറയുന്നു. അപ്പോൾ ഈ ടൈപ്പിനെയാണ് നമ്മൾ ഫ്ലാറ്റ് ബ്രഷ് എന്ന് പറയുന്നത്. ഇത് പേര് പോലെ തന്നെ ഇതിൻ്റെ സർഫസ് ഫ്ലാറ്റ് ആയിരിക്കും. അപ്പോൾ ഇത് യൂസ് ചെയ്യുന്ന വലിയ ഒരു ഏരിയ അത് കളർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുക. ഇതേ ബ്രഷുകൾ തന്നെ നമുക്ക് അക്രിലിക് പെയിൻറ്റിങ്ങിനും ഉപയോഗിക്കാം. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് റൗണ്ട് ബ്രഷുകളാണ്. അപ്പോൾ റൗണ്ട് ബ്രഷുകൾ തന്നെ അതിൻ്റെ പല വലിപ്പത്തിൽ ലഭിക്കും. അപ്പോൾ ഇത് ക്യാമൽ എന്ന കമ്പനിയുടെ ഒരു റൗണ്ട് ബ്രഷാണ്. അപ്പോൾ ഇത് നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് അത് ഉപയോഗം കഴിഞ്ഞതിന് ശേഷം മാക്സിമം അതിൻ്റെ ഹെയറെല്ലാം ഡ്രൈ ആക്കി സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ എന്നിരുന്നാൽ മാത്രമേ നമുക്കത് വളരെ കാലം കേടുകൂടാതെ സൂക്ഷിക്കാൻ സാധിക്കൂ. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് പോയിൻ്റ് ബ്രഷുകളാണ്. അപ്പോൾ പോയിൻ്റ് ബ്രഷുകൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ടിപ്പുകളെല്ലാം തീരെ വീതി കുറഞ്ഞ ടിപ്പുകളായിരിക്കും. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോ പാർട്ടുകൾ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ പോയിൻ്റ് ബ്രഷുകൾ ഉപയോഗിക്കുക. അപ്പോൾ ഈ പോയിൻ്റ് ബ്രഷുകൾ തന്നെ അതിൻ്റെ തീരെ തിക്നെസ് തീരെ കുറഞ്ഞ ടൈപ്പും ഉണ്ട്. അപ്പോൾ ഇത് ഫേബർ കാസൽ കമ്പനിയുടെ പോയിൻ്റ് ബ്രഷാണ്. അപ്പോൾ ഇതിൻ്റെ ടിപ്പ് വളരെ നാരോ ആണ്. അപ്പോൾ നമുക്ക് തീരെ ചെറിയ ലൈൻസ് ഇത് വെച്ചിട്ട് ഇടാൻ പറ്റും. ഇനി അടുത്തതായിട്ടുള്ളത് ഫാൻ ബ്രഷാണ്. അപ്പോൾ ഫാൻ ബ്രഷ് എന്ന് പറയുന്നത് നമ്മൾ
ഇതുപോലെ മരങ്ങൾ ഒക്കെ വരയ്ക്കുന്ന സമയത്ത് അതിൻ്റെ ഇലകൾ ഒക്കെ വരയ്ക്കാൻ വേണ്ടി നമുക്ക് പെട്ടെന്ന് യൂസ് ചെയ്യാൻ പറ്റുന്ന ബ്രഷാണ്. ഇതിനെയാണ് നമ്മൾ ഫാൻ ബ്രഷ് എന്ന് പറയുന്നത്. ഇപ്പോൾ പേര് പോലെ തന്നെ ഫാനിൻ്റെ ലീഫ് പോലാണ് ഇതിൻ്റെ ടിപ്പ് ഇരിക്കുക. ഇതേ ബ്രഷ് തന്നെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അക്രിലിക് പെയിൻറ്റിങ്ങിനും ഉപയോഗിക്കാം. അപ്പോൾ ഇത്രയും ടൈപ്പ് ബ്രഷുകളാണ് നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ ചെയ്യുന്ന വർക്കിൻ്റെ സ്വഭാവം അനുസരിച്ച് പലതരത്തിലുള്ള ബ്രഷുകൾ നമുക്ക് വീണ്ടും ചൂസ് ചെയ്യാൻ പറ്റും. അടുത്തതായിട്ട് നമുക്ക് വേണ്ട പാലറ്റാണ്. പാലറ്റ് എന്ന് പറയുന്നത് കളറ് മിക്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ചെറിയ ട്രേ ആണ്. ഇത് തന്നെ പല ഷേപ്പിലും പല വലുപ്പത്തിലും നമുക്ക് ലഭിക്കും. അപ്പോൾ ഇതെന്ന് പറഞ്ഞത് മാർക്കറ്റിൽ കിട്ടുന്ന ഏറ്റവും വില കുറഞ്ഞൊരു പാലറ്റാണ്. 30 രൂപയാണ് ഇതിൻ്റെ വില എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബേസിക്കായിട്ട് നമുക്ക് വാട്ടർ കളർ പെയിൻറ്റിങ്ങിന് ആവശ്യമായിട്ടുള്ള ആർട്ട് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ ഈ ആർട്ട് മെറ്റീരിയൽസ് കൊണ്ട് ഞാൻ ചെയ്തിട്ടുള്ള ചില വർക്കുകൾ ഞാൻ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു ഡ്രോയിങ് ആർട്ട് സംബന്ധമായ വിഷയങ്ങളുമായിട്ട് അടുത്ത ഒരു വീഡിയോ കാണുന്നത് വരെ ബൈ.